ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓണം എക്സാമിനേഷന് ആക്ച്വലി നമുക്ക് 6 ചാപ്റ്ററുകളുണ്ട്. ഈ 6 ചാപ്റ്ററുകൾ നമ്മൾ ഏതിനെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് കാര്യത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നാക്കിയിട്ട് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നത്, അല്ലെ? അങ്ങനത്തെ ഒരു പ്രശ്നമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്, ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഏറ്റവും നിർബന്ധമായിട്ടും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത, ഞാൻ പറയുന്നു, ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം, ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 12 മാർക്കോളം കിട്ടും. കാരണം അത്രയും ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇന്ത്യയുടെ ഡിവിഷൻസ് അതിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ ഡിവിഷൻസ് എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യാം, ഇപ്പൊ മുഗൾ ഭാഗത്തെയാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖല എന്നാണ് വിളിക്കുക. അതിന് തൊട്ട് താഴെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയാം, അഥവാ നമ്മൾ ഉത്തരേന്ത്യൻ സമുദ്രം എന്ന് വിളിക്കും. അതുപോലെ തന്നെ പെനിൻസുലാസ് പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്, ഇന്ത്യൻ ഡെസേർട്ട്, ഇന്ത്യൻ മരുഭൂമിയുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഐലൻഡ്സുകൾ, തീരസമുദ്രവും അതുപോലെ തന്നെ ദ്വീപുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടോപ്പോഗ്രഫി അഥവാ ഇന്ത്യ ഇങ്ങനെ വിഭജിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 5 ആയിട്ടാണ് ഇന്ത്യയെ വിഭജിച്ചിട്ടുള്ളത്. ആ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മാപ്പിൽ മാർക്ക് ചെയ്യണ്ട, പക്ഷെ മാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ആൻസർ നമ്മൾ എന്തായാലും അറിഞ്ഞേക്കണം. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റീജിയന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, പാമീർ നോട്ട് മുതൽ പൂർവാചാൽ വരെയാണ്. പാമീർ നോട്ട് ഒരു പൂർവാചാലാണ്. അതിൽ പാമീർ നോട്ടിനെ തന്നെ, പാമീർ പർവ്വതക്കെട്ടിനെ തന്നെ വിളിക്കുന്ന പേരാണ് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ. ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്, ലോകത്തിന്റെ നെറുകയിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് പാമീർ നോട്ട് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സിന്ധു മുതൽ ബ്രഹ്മപുത്ര വരെയാണ്, ഇൻഡസ് ടു ബ്രഹ്മപുത്രയാണ്. അതേസമയം അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാം, ഇവിടെയുള്ള 3 നദികളാണ് പ്രധാനമായിട്ടുള്ളത്. അത് ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന 3 ഹിമാലയൻ നദികളുണ്ട് എന്ന് അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാം. അവ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലവും അവ ഉത്ഭവിക്കുന്ന സ്ഥലവും കൂടെ തന്നെ പഠിച്ചു വെക്കണം. എന്നിട്ട് അതുപോലെ തന്നെ അതിന്റെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണ്. അതിന്റെ വീതി എന്ന് പറഞ്ഞാൽ 150 മുതൽ 400 കിലോമീറ്റർ ആണ് അതിന്റെ വിഡ്ത്ത്, വീതിയും എന്ത് ചെയ്യുന്നത് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3 ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യം ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹൈലൻഡ്സ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകൾ എന്ന് പറഞ്ഞാൽ. അതിൽ ട്രാൻസ് ഹിമാലയയിലെ പ്രധാനപ്പെട്ട നദികൾ മൗണ്ടെയിൻസ് ആണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അവയുടെ പേര് മാത്രം പഠിച്ചാൽ മതി, ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ് ഹിമാലയയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇതിൽ ഈ കാരക്കോറത്തിലാണ് മക്കളെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായിട്ടുള്ള മൗണ്ട് കേറ്റു ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ നിൽക്കുന്ന സ്ഥലമാണ് എന്ത് കാരക്കോറം എന്ന് പറയുന്നത്. എന്നാൽ ഹിമാലയത്തിന്റെ ഭാഗത്തുള്ളതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക്. ഇവ 3ന്റെയും ഡീറ്റെയിൽസ് പഠിക്കണം. ഇവ 3ന്റെയും ഡീറ്റെയിൽസ് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. അതിൽ ഏതെങ്കിലും 1 2 പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കുന്നതാണ്. എന്നാൽ ഈസ്റ്റേൺ ഹിൽസ്, പൂർവാചൽ കുന്നുകൾ എന്ന് പറഞ്ഞാൽ കിഴക്കൻ കുന്നുകളുടെ ഭാഗമാണ്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ ചെറാപ്പൂഞ്ചിയുടെ ഒക്കെ ഭാഗമാണ്. ആ ഒരു സ്ഥലത്തെ കുറിച്ച് ജസ്റ്റ് മക്കൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്നാൽ ഈ ഒരു രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ, അഥവാ അതിന്റെ റീജിയണൽ ഡിവിഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, തരംതിരിക്കാറുണ്ട്. റീജിയണൽ ഡിവിഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ 3 ആയിട്ടാണ് തരംതിരിക്കുക. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന് പറയും. ഇവ 3നെയും തരംതിരിക്കുന്നത് ഓൺ ദ ബേസ് ഓഫ് ദ റിവേഴ്സ്, അതിന്റെ ഇടയിലുള്ള നദികളെ ബേസ് ചെയ്തിട്ടാണ്. അത് പഠിക്കാനുള്ള ഒരു കോഡ് ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി. അത് അറിയാത്ത മക്കളുടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷോർട്സുകളിൽ ഒന്ന് നോക്കിയാൽ മതി. അവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാമെന്നുള്ള ഒരു ഷോർട്ട് ഉണ്ട്, അത് നോക്കിയാൽ മതി. സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി. അഥവാ സിന്ധുവിന്റെയും കാളിയുടെയും ഇടയിലാണ് വെസ്റ്റേൺ ഹിമാലയ, പടിഞ്ഞാറൻ ഹിമാലയം. കാളിയും കൂടെ പിസ്ത കഴിക്കാനാണ്, അഥവാ കാളിയുടെയും ടീസ്തയുടെയും ഇടയിലാണ് സെൻട്രൽ ഹിമാലയം, മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. ടീസ്തയും കൂടെ സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി. അഥവാ ടീസ്തയുടെയും ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് ഈസ്റ്റേൺ ഹിമാലയ, കിഴക്കൻ ഹിമാലയം. അതിൽ ആകെ നമുക്ക് പഠിക്കാനുള്ളത് വെസ്റ്റേൺ ഹിമാലയയുടെ ഡീറ്റെയിൽ മാത്രമാണ്. അതിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇതിന്റെയും ഡീറ്റെയിൽസ് വേണം.
ഇതിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് അവിടുത്തെ ഹിമാനികൾ ഏതാണ്, ഗ്ലേസിയേഴ്സ് ഏതാണ്, അവിടുത്തെ ചുരങ്ങളുടെ പേര്, ബണിഹല്ല പാസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പാസുകൾ, ചുരങ്ങൾ, ദാലിലേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ആ ഒരു ഏരിയ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹിമാലയത്തിന്റെ പിറവി എന്ന് പറയുന്നത്. ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്, ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഫലകങ്ങൾ മൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് ആക്ച്വലി ഭൂമി എന്ന് പറയുന്നത്. സോ ഇതിനെ ഫലകങ്ങളെല്ലാം ചലിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൺവേർജൻ ബൗണ്ടറിയുടെ ഭാഗമായിട്ട്, സംയോജക സീമയുടെ ഭാഗമായിട്ട് യുറേഷ്യൻ ഫലകവുമായിട്ട് 150 അല്ലെങ്കിൽ 160 മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് യുറേഷ്യൻ ഫലകവുമായിട്ട് ഇന്ത്യൻ ഫലകം എന്താണ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഭാഗം രൂപം കൊണ്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്യാം. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ അവിടെ പറഞ്ഞേക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് കൺഫേം ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ ഹിമാലയത്തിലെ ടൂറിസം എന്ന് പറയുന്ന ഭാഗം. ഹിമാലയത്തിലെ ഏത് ഭാഗം മക്കളെ? ഹിമാലയത്തിലെ ടൂറിസം എന്ന് പറയുന്ന ഭാഗം. ഈ ടൂറിസം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത്, ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം മിസ്സാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതല്ല, എന്തെല്ലാം മിസ്സാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാരത്തോണിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും മാരത്തോണിനെ നിങ്ങൾ മിസ് ചെയ്യരുത്.